ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിതാ ഇതേപോലെ ഒരു ലിക്വിഡ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമ്മളുടെ വീട്ടിൽ വിളക്കുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനാണ് ഇതേപോലെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് ഇതൊന്ന് കുറച്ച് നേരം ഇട്ടിട്ട് ഇങ്ങനെ വെക്കുക കേട്ടോ. അതിന് ശേഷം ഒരു ഭാഗത്തു നിന്ന് മാറ്റിയിട്ട് ഒന്ന് തുടച്ചു കൊടുത്താൽ മതി, നല്ല ഭംഗിയായിട്ട് ക്ലീൻ ആവുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഈ ലിക്വിഡ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഹാമർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഹാമർ എടുത്തിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി സംഭവം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റെയറിലോട്ട് കയറി പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ മുകൾ ഭാഗം കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, ആരും ഇല്ലാത്തൊരു സമയം നോക്കി കയറി വന്നതാണ് കേട്ടോ. എന്നിട്ട് ഇവിടെ ഒരു സംഭവം ഉണ്ട്, കണ്ടോ. ഇതാണ് നമുക്ക് ആവശ്യം, നമ്മുടെ ഇഷ്ടികയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കഷ്ണം ഞാൻ പൊട്ടിച്ചെടുക്കുകയാണ്. ആരാണ് ഇവിടെ കൊണ്ടിട്ടതെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ കിട്ടും, കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷേ ഇവിടെ ഇത് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. ഓക്കെ, ഇത് ഞാൻ ഒരു കവറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. അതെടുത്ത് നമ്മുടെ വീട്ടിലോട്ട് വന്നിട്ട് ഇതേപോലെ പൊടിച്ചെടുക്കുകയാണ്. നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കണം, അത്ര ഭംഗിയായിട്ട് ഇതേപോലെ പൊടിഞ്ഞ് കിട്ടിയുള്ളൂ എനിക്ക് അങ്ങനെ അടിച്ചപ്പോൾ. പിന്നെ താഴത്തോട്ട് സൗണ്ടൊക്കെ വന്ന പ്രശ്നമാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ നമ്മുടെ ഈ കല്ലുണ്ടല്ലോ കിച്ചണിൽ നമ്മൾ കുത്തുന്നത്, അതിലിട്ടിട്ട് നമ്മൾ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ഒരു ലെമൺ എടുത്തിട്ട് ഇതിലോട്ട് ഇങ്ങനെ പിഴിഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു സൈഡിലോട്ട് പിഴിഞ്ഞു കൊടുത്തു കേട്ടോ. അപ്പോൾ ആദ്യം ഞാനൊരു ട്രയൽ പോലെയാണ് ചെയ്തത്, ഹാക്ക് വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ മാത്രം ആക്കിയിട്ട് കൊടുത്തു കേട്ടോ. കുറച്ച് ലെമൺ ഇട്ട് കൊടുത്തുള്ളൂ. അപ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കുകയാണ് നമ്മൾ. ആ ലെമൺ ആയ ഭാഗം ഉണ്ടല്ലോ അത് നമ്മൾ എടുക്കുകയാണ് കേട്ടോ, മിക്സ് ചെയ്തത്. എന്നിട്ട് അതിലോട്ട് നമ്മുടെ സാധാരണ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം കൂടെ ഒന്ന് ഇത്തിരി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതാണ് നമ്മുടെ ഈ ഒരു പാത്രത്തിൽ ചെയ്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഒരു കുറച്ച് കട്ടയൊക്കെയുള്ള പോലത്തെ ആ ഒരു തരിയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതില്ലെങ്കിൽ ഇതിട്ടിട്ട് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് തുടച്ചെടുത്താൽ മതി. നല്ല ക്ലീനായിട്ട് തന്നെ വരുന്നുണ്ട്, അധികം പണിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇത് മൊത്തമായിട്ട് എല്ലാ ഭാഗത്തും ഇട്ടിട്ട് ഒന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ക്ലീൻ ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കണമല്ലോ. അപ്പോൾ ഇനി നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ ഇഷ്ടികയൊന്നും കിട്ടാനില്ലെങ്കിൽ നമ്മൾ ഓടുണ്ടല്ലോ, ഓട് ഇങ്ങനെ പൊടിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത് ഒരു മിനിറ്റ് വെച്ചതിന് ശേഷം ഞാൻ ഇത് എടുക്കുന്നുണ്ട്, ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ ക്ലീൻ ആവുന്നുണ്ട്. നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ അത് ക്ലീൻ ചെയ്തെടുത്തത്. കണ്ടോ എത്ര ഭംഗിയായിട്ടാണ് ക്ലീൻ ആവുന്നതെന്ന് നോക്കൂ. നല്ല രസമായിട്ട് തന്നെ ക്ലീൻ ആവുന്നുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ ഇഷ്ടികയൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നല്ല എളുപ്പമാണ് കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഗ്രൂസ് പോലെയുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഇത് ഉള്ളിൽ പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഇഷ്ടികയുടെ പൊടിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കി എടുക്കാൻ കുറച്ച് പണിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ചിലപ്പോൾ എത്താത്ത ഭാഗങ്ങളൊക്കെ ആക്കുകയാണ്. പിന്നെ നമ്മൾ മുകളിൽ നമ്മൾ ചെയ്തില്ലല്ലോ, അവിടെയും നമ്മൾ അതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നന്നായിട്ട് കരി പിടിച്ചൊരു പാത്രമുണ്ട്, ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ആക്കി വെച്ചാണ് കഴുകാതെ കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യുന്നുണ്ട്, അതിൽ നമ്മൾ ഇതേപോലെ അരിച്ചെടുത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അതായത് കുറച്ചും കൂടെ നല്ലത് അരിച്ചെടുക്കുന്നതാണ് കേട്ടോ. കുറച്ച് തരിയൊന്നും ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് തരിയും അതുപോലെ കൂടുതൽ ഈ ഇങ്ങനത്തെ ഫൈൻ പൗഡർ കൂടി ആണെങ്കിലാണ് നല്ലത് കേട്ടോ. അപ്പോൾ അതിലോട്ട് നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന ആ ലെമണും കൂടെ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളതിന് ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് ഇതിലും ഇതേപോലെ എടുത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇതേപോലെ ഓട് അല്ലെങ്കിൽ ഇത് ആയാലും മതി കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് നേരം ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതേപോലത്തെ നമ്മുടെ ഈ ലെമണിൻ്റെ പീസ് ഉണ്ടല്ലോ, ആ പീസ് തന്നെ വെച്ചിട്ട് ഒന്ന് ഉരച്ചു കൊടുക്കുക കേട്ടോ. ഒരു സെക്കൻഡ് വെച്ച് ഇട്ടതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഉരച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് വരുന്നുണ്ട്. അപ്പം ഞാൻ എല്ലാ ഭാഗത്തും അതേപോലെ ഒന്ന് ഉരച്ചു കൊടുക്കുകയാണ്. ഇട്ടതിന് ശേഷം ഞാൻ അപ്പം തന്നെ ഉരയ്ക്കുകയാണ് കേട്ടോ. അധികം സമയമൊന്നും വെയിറ്റ് ചെയ്തൊന്നുമില്ല, ഒന്ന് ഇട്ടതിന് ശേഷം അപ്പം തന്നെ ചെയ്ത് എടുക്കുകയാണ്. ലെമണിൻ്റെ അത് വെച്ചിട്ട് കുറച്ച് സമയം ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് ക്ലീനായി കിട്ടുമായിരുന്നു. അപ്പോൾ എല്ലാ വിളക്കുകളും എല്ലാം എടുത്തു കൊണ്ടു കേട്ടോ, വിഷുവൊക്കെ അല്ലേ. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വെച്ചിട്ട് അപ്പോൾ എല്ലാത്തിലും ഞാൻ ഇതേപോലെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആ ഒരു പാത്രം അവിടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, ലെമൺ കൊണ്ട് അതുകൊണ്ടൊന്ന് ഇതാക്കിയിട്ട്. ഇനി നമ്മുടെ കയ്യിലുള്ള എല്ലാ പാത്രങ്ങളും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ലാസ്റ്റായിട്ട് ഒന്ന് ആ ലെമണിൻ്റെ പീസ് എടുത്തിട്ട് ഒന്ന് ഉരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് കരി പിടിച്ചതായതുകൊണ്ട് തന്നെയാണ് നമ്മളിതൊന്ന് ഉരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഈ മണ്ണുണ്ടല്ലോ ഇത് മാറ്റി വയ്ക്കുക കേട്ടോ, എടുത്ത് വയ്ക്കാൻ ബാക്കി വരുന്നത്. എന്നിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം വീണ്ടും അത് നനച്ച് ഇതേപോലെ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് കഴുകിയെടുത്ത് വന്നപ്പോൾ നല്ല ക്ലീനായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്, നല്ല വൃത്തിക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ മാത്രം കണ്ടോ ഈ സൈഡിലൊന്നും കളറ് പോയതാണ് കേട്ടോ. അത് ഇത്ര നല്ല ഒരു ഇതല്ല തോന്നുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ സൈഡിൽ ആ ഗ്രൂസിൻ്റെ ഭാഗമൊക്കെ ഇതായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് ഉണ്ടല്ലോ, ഇത് ഡ്രൈ ക്ലൈമറ്റ് ആയതുകൊണ്ട് സൗദിയിൽ നമ്മളുടെ എണ്ണയൊക്കെ തട്ടിയിട്ട് കുറച്ച് വൃത്തികേടാവാറുണ്ട് എപ്പോഴും. ക്ലീൻ ചെയ്തെടുക്കാൻ ഭയങ്കര പാടാണ്. പക്ഷേ ഇതെനിക്ക് വളരെ യൂസ്ഫുള്ളാണ്. പക്ഷേ ഇതുണ്ടല്ലോ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റി. അപ്പോൾ വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീണ്ടും വരാം. ബൈ ബൈ.